ഒരു ടൈമിൽ ഫാഷൻ്റെ അവസാന വാക്കായി മാറിയ വിക്ടോറിയ സീക്രട്ടിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. കുറേ പ്രശ്നങ്ങളും കുറേ ചാലഞ്ചസും ഇപ്പോഴും നേരിടുന്ന ഒരു ബ്രാൻഡാണ് വിക്ടോറിയ സീക്രട്സ്. എന്നാൽ ഒരു കാലത്ത് അവർ അങ്ങനെ ആയിരുന്നില്ല. റേ റെയ്മണ്ട് എന്നൊരു ബിസിനസ്മാൻ 1977 വിക്ടോറിയ സീക്രട്ട് എന്നൊരു പേജിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നത്. പണ്ടൊരിക്കൽ തൻ്റെ വൈഫിന് ഇന്നർവെയർ മേടിക്കാൻ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ ബാഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് പുള്ളിക്കൊരു സ്വന്തമായിട്ടൊരു ഷോപ്പ് തുടങ്ങുന്നതിനെ പറ്റി പുള്ളി ആലോചിച്ചു തുടങ്ങിയത്. പുള്ളിക്കാരൻ്റെ വിഷൻ എന്ന് വെച്ചാൽ ആണുങ്ങൾക്ക് അവരുടെ വൈഫിനു വേണ്ടിയോ ഫ്രണ്ട്സിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് പെൺകുട്ടികൾക്ക് വേണ്ടിയോ കംഫോർട്ടബിളായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും ഇന്നർവെയർ മേടിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം എന്നതാണ്. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ കാലിഫോർണിയയിലാണ് റേയും തൻ്റെ വൈഫും കൂടി ചേർന്ന് ആദ്യത്തെ വിക്ടോറിയ സീക്രട്ട് സ്റ്റോർ ആരംഭിച്ചത്. ഷോപ്പിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. അതിനാൽ റെയ്മണ്ട് വേറൊരു 5 വിക്ടോറിയ സീക്രട്ട് സ്റ്റോറും കൂടി സ്റ്റാർട്ട് ചെയ്തു അമേരിക്കയിൽ. പക്ഷേ 1980 തുടക്കത്തിൽ ഫൈനാൻഷ്യൽ ക്രാഷ് കാരണം തൻ്റെ ഈ വിക്ടോറിയ സീക്രട്ട് എന്ന ബിസിനസ് വെഞ്ചർ വിൽക്കേണ്ടി വന്നു. ലെക്സ് വെക്സ്നർ എന്ന ബിസിനസ്സുകാരന് $1 മില്യൺ വിക്ടോറിയ സീക്രട്ട് വിറ്റത്. നമുക്കറിയാം $1 മില്യൺ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 8 കോടി രൂപ ഏകദേശം. 8 കോടി രൂപ എന്ത് വലുതാണ് ഈ കാലത്ത്. അപ്പം അന്നത്തെ കാലത്തൊന്ന് ആലോചിച്ചേ. പക്ഷേ ഈ ലെക്സ് വെക്സ്നറാണ് വിക്ടോറിയ സീക്രട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാവാൻ കാരണം. ഈ ലെക്സ് വെക്സ്നർക്ക് തൻ്റെ സ്വന്തമായിട്ടൊരു വുമൻസ് ക്ലോത്തിങ് ബ്രാൻഡുണ്ട്. അതിൻ്റെ പേര് ലിമിറ്റഡ് ബ്രാൻഡ്സ് എന്നാണ്. ആ കാലത്ത് ലിമിറ്റഡ് ബ്രാൻഡ്സിന് അമേരിക്കയിൽ 100ഓളം സ്റ്റോഴ്സുകൾ ഉണ്ടായിരുന്നു. ഈ ലെക്സ് വെക്സ്നറും തൻ്റെ പാർട്ട്നേഴ്സിനും വിക്ടോറിയ സീക്രട്ട് എന്ന കമ്പനിയിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലായി. ഇവർ ഈ കമ്പനിയുടെ വിഷൻ തന്നെ മാറ്റി. ആണുങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ട് വുമൻസ് ഇന്നർവെയർ മേടിക്കുന്ന വിഷനിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ട് മേടിക്കുന്ന സ്ഥലമാക്കി മാറ്റി. ഈ പുതിയ വിഷൻ നല്ല രീതിയിലുള്ള അഡ്വർടൈസിങ്ങിലൂടെയും മാർക്കറ്റിങ്ങിലൂടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചു. വിക്ടോറിയ സീക്രട്ടിൽ വിൽക്കുന്ന പ്രോഡക്ട്സ് കുറേ കൂടി നിലവാരം കൂട്ടുകയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുക്കുകയും ചെയ്തു. ഒരു ഐറ്റം തന്നെ പല സൈസിലും പല സ്റ്റൈലിലും കൊടുത്തു. അതിനാൽ ആളുകൾ വീണ്ടും ഈ പ്രോഡക്ട്സ് മേടിക്കാൻ വിക്ടോറിയ സീക്രട്ട് സ്റ്റോറിൽ വന്നു തുടങ്ങി. അതിനാൽ ഒരു ലോയൽ കസ്റ്റമർ ബേസ് ലെക്സ് വെക്സ്നർക്കും പാർട്ട്നേഴ്സിനും ബിൽഡ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ 1992 ആയപ്പോൾ അമേരിക്കയിൽ മാത്രം 500-ൽ കൂടുതൽ വിക്ടോറിയ സീക്രട്ട് സ്റ്റോഴ്സ് ഇവർ ബിൽഡ് ചെയ്തു. പക്ഷേ വിക്ടോറിയ സീക്രട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്ത റെയ്മണ്ട് 1993-ൽ സൂയിസൈഡ് ചെയ്തു. മേ ബി ഒരു റിഗ്രറ്റ് കാരണമായിരിക്കാം സൂയിസൈഡ് ചെയ്തത്. അങ്ങനെ 1995 ആയപ്പോൾ 670 സ്റ്റോഴ്സ് അമേരിക്കയിൽ മാത്രമുണ്ടായി. അതിൽ നിന്ന് വർഷവും $2 ബില്യൺ റവന്യൂ ഉണ്ടാക്കി തുടങ്ങി. ഓർക്കണം, വെറും $1 മില്യൺ റെയ്മണ്ട് കമ്പനി ആദ്യം വിറ്റത്. 1999 ആയപ്പോൾ വിക്ടോറിയ സീക്രട്ടിൻ്റെ ആദ്യ ഫാഷൻ ഷോ ആരംഭിച്ചു. സത്യത്തിൽ ഈ ഒരു ഫാഷൻ ഷോ കാരണമാണ് വിക്ടോറിയ സീക്രട്ട് ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറിയത്. കമ്പനിയുടെ സിഇഒയും മറ്റ് മാർക്കറ്റിംഗ് ടീംസും ചേർന്ന് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള മോഡൽസിനെ ഹയർ ചെയ്തു. ഈ മോഡൽസിനെ വിളിച്ചുകൊണ്ടിരുന്നത് വിക്ടോറിയ സീക്രട്ട് ഏഞ്ചൽസ് എന്നായിരുന്നു. 1999 നമുക്കറിയാം ഇൻ്റർനെറ്റ് യൂസേഴ്സ് വളരെ കുറവാണ്. കുറേ രാജ്യങ്ങൾ ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും കേട്ടിട്ടുകൂടിയില്ലായിരുന്നു. പക്ഷേ ആ ടൈമിൽ തന്നെ 15 ലക്ഷം ആളുകളാണ് വിക്ടോറിയ സീക്രട്ട് ഫാഷൻ ഷോ ഇൻ്റർനെറ്റിലൂടെ മാത്രം കണ്ടത്. അങ്ങനെ 2000 ഒക്കെ ആയപ്പോൾ 800-ൽ കൂടുതൽ സ്റ്റോഴ്സ് അമേരിക്കയിൽ മാത്രം വിക്ടോറിയ സീക്രട്ടിനുണ്ടായി. കൂടെ $3 ബില്യൺ ഇയർലി റവന്യൂ വന്നു. പിന്നീട് വിക്ടോറിയ സീക്രട്ട് ഫാഷൻ ഷോ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ലോകത്ത് ഏറ്റവും വില കൂടിയ ബ്രാ വരെ ഫാഷൻ ഷോയിൽ കാണിച്ചു. അങ്ങനെ ലോകത്ത് ഫാഷൻ്റെ അവസാന വാക്കായി മാറി വിക്ടോറിയ സീക്രട്ട് ഫാഷൻ ഷോ. ഫാഷൻ ഷോയ്ക്ക് ഒരു വേൾഡ് കപ്പ് ഉണ്ടെങ്കിൽ അത് വിക്ടോറിയ സീക്രട്ടായി മാറി. ഓരോ ഫാഷൻ ഷോസും മില്യൺസ് മുടക്കിയാണ് ഇറക്കിയത്. വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇവർക്ക് അതിലൂടെ ലഭിച്ചു. 2015 ആയപ്പോൾ വിക്ടോറിയ സീക്രട്ട് എന്ന കമ്പനി വളർച്ചയുടെ കൊടുമുടിയിലെത്തി. ഈവൻ ഇതിലെ മോഡൽസ് തന്നെ ഗ്ലോബലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാൻ ബേസിനെ ക്രിയേറ്റ് ചെയ്തു. വിക്ടോറിയ സീക്രട്ടിൻ്റെ പേരൻറ്റ് കമ്പനിയായ ലിമിറ്റഡ് ബ്രാൻഡ്സിൻ്റെ ഷെയർ പ്രൈസ് കുതിച്ച് ഓൾ ടൈം ഹൈ വരെയായി ആ സമയത്ത്. എന്നാൽ ഇനിയാണ് കഥ മാറാൻ പോകുന്നത്. വിക്ടോറിയ സീക്രട്ട് എന്ന കമ്പനി അതിൻ്റെ പ്രോഡക്ട്സിൽ നിന്ന് ശ്രദ്ധ മാറി ഫാഷൻ ഷോയിലേക്ക് കുറേ പോയി. 2015 കഴിഞ്ഞപ്പോൾ വിക്ടോറിയ സീക്രട്ടിൻ്റെ സെക്ടറിൻ്റെ ഇടയിൽ തന്നെ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. കുറേയേറെ ക്ലോത്തിങ് ബ്രാൻഡ്സ് പൊങ്ങി വന്നു. അങ്ങനെ വിക്ടോറിയ സീക്രട്ടിന് കുറേ കസ്റ്റമേഴ്സിനെ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. 2018 ആയപ്പോൾ പഴയ പ്രതാപം തിരിച്ചെടുക്കാനായി അവരുടെ വിഷനിൽ പുതിയൊരു മാറ്റം കൂടി വരുത്തി. ബോഡി പോസിറ്റിവിറ്റി എന്ന കോൺസെപ്റ്റിൽ അവർ നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ മീ ടു മൂവ്മെൻറ്റും സൊസൈറ്റിയിൽ പൊങ്ങി വന്നു.
ഇതിൻ്റെ ഐഡിയ എന്ന് വെച്ചാൽ ഏത് ഷേപ്പിലും ഏത് സൈസിലും ഏത് ബോഡി ടൈപ്പുള്ള ആളുകൾക്കും ഫാഷൻ ഷോയിൽ പങ്കെടുക്കാം. അങ്ങനെ ഫാഷൻ ഷോയുടെ തന്നെ പ്രൊഫഷണലിസം തന്നെ മാറ്റി എഴുതി. പിന്നെ വിക്ടോറിയ സീക്രട്ട് ഫുൾ ഫോക്കസ് ചെയ്തത് ഇങ്ങനെയുള്ള കൾച്ചറൽ ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനായിരുന്നു. അതിനുവേണ്ടി ഫാഷൻ ഷോയുടെ പ്രൊഫഷണലിസം തന്നെ അവർ മാറ്റി എഴുതി. അങ്ങനെ 2019 ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡർ മോഡലിനെ വിക്ടോറിയ സീക്രട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഇതെല്ലാം വിക്ടോറിയ സീക്രട്ടിന് തിരിച്ചടിയായി. വോക്ക് മൂവ്മെൻറ്റും ബോഡി പോസിറ്റിവിറ്റി മൂവ്മെൻറ്റും എല്ലാം കാരണം 40% കസ്റ്റമേഴ്സിനെ വരെ നഷ്ടപ്പെട്ടു. ഇത് കമ്പനിയെ നന്നായി ബാധിച്ചു. കുറേ പേരുടെ ജോലി നഷ്ടപ്പെട്ടു. കമ്പനിയുടെ ഷെയർ പ്രൈസ് കൂപ്പുകുത്തി. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് ലെക്സ് വെക്സ്നർക്കെതിരെ കോഴക്കേസ് വരുന്നത്. താൻ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് ചേർന്ന് നടത്തിയ സ്കാൻഡൽ. ഇത് കമ്പനിയുടെ ബ്രാൻഡിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ ലെക്സ് വെക്സ്നർ 2020 വിക്ടോറിയ സീക്രട്ടിൻ്റെ CEO സ്ഥാനം ഒഴിഞ്ഞു. 2020 ആയപ്പോൾ വിക്ടോറിയ സീക്രട്ടിൻ്റെ സെക്ടറിലെ മാർക്കറ്റ് ഷെയർ 31% നിന്ന് 21% കുറഞ്ഞു. പിന്നെ കോവിഡ് പാൻഡമിക് വന്നപ്പോൾ കുറേ സ്റ്റോർസ് പെർമനൻ്റ്ലി ക്ലോസ് ചെയ്യേണ്ടി വന്നു. പിന്നീട് ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ മോഡലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ബോഡി പോസിറ്റിവിറ്റി മൂവ്മെൻറ്റും എല്ലാം ചെയ്തത് റിഗ്രറ്റായി പോയെന്ന് കമ്പനിയുടെ മാനേജ്മെൻറ്റിന് തോന്നി. അങ്ങനെ ഇപ്പോൾ വീണ്ടും ആ പഴയ ഫാഷൻ പ്രൊഫഷണലിസ്റ്റിലേക്ക് തിരിച്ചു വരാൻ വിക്ടോറിയ സീക്രട്ട് ശ്രമിക്കുന്നു.